ചൂട് കൂടുതലാണോ? നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ചാ, കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ചാ, ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. ഓ, പുറത്തേക്ക് ഒഴിക്കണ്ട. നുന്നപ്പനെവിടെ? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചാച്ചാ. ചിക്കൻ. ആ പിന്നെ എന്തോ വേണം. അമ്മച്ചി എങ്ങനെ? ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്തനാടി. നിങ്ങൾ എൻ്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെന്നാണ്? ആ ഗണേശ് സാറിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റീച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ
നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പരാൻ നോക്കിക്കോളൂ. എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. എന്താ പറ്റാത്ത? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട തലസ്ഥാനത്തെ കാറ്റൊക്കെ പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റില്ലേ പിന്നെ? ഷൈനി, അയ്യോ, അമ്മച്ചിയെ എങ്ങനുണ്ട്? റീന പോയിട്ട് എത്ര ദിവസമായി ഷൈനി? 4-5 ആ, അതിൻ്റെ കാണാനും ഉണ്ട്. വളരെ മോശമായിരിക്കുമോ ഷൈനി? അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇനിയും ഞാൻ ചെയ്യും. ഷൈനിയെ കൊണ്ട് ഇത്രേ പറ്റത്തോളെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആവും. അതെ, കിടക്കുന്നവർക്കല്ല, ബാക്കിയുള്ളവർക്ക്. ആ, കുട്ടിച്ചായ ഓക്കെ ഇല്ലയോ? അല്ലാതെ പറ്റുമോ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ പോയാലെങ്ങനെയാ? പെട്ടെന്നായാലും എന്താ? 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഇപ്പൊ തന്നെ ഉച്ചയായി, ഇനി പോയിട്ട് എപ്പോ വരാനാണ്? ചാച്ചനും അമ്മച്ചും തന്നെയായാലോ? ഞാൻ വൈകിട്ട് ഇങ്ങനെ വരും. ചാച്ചനും അമ്മച്ചും അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നീ എന്താന്ന് വെച്ചിട്ട് ഞാനിപ്പോ എന്തോ പറയാ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? വരുന്നു മമ്മി. ചാച്ചാ പോയിട്ട് വരാവേ. അപ്പച്ചാ പോയിട്ട് വരാമേ. ഓ ഓ, വേഗം വരണേനുന്നപ്പാ, അപ്പച്ചന് ബോറടിക്കും. ചൊല്ലി. ഇത് പ്ലാനിലില്ലാത്ത പരിപാടിയാണല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചത്. ഇവൻ 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. അവനെങ്കിലും മനസ്സിൽ പിടിച്ചെന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ തുമ്പോന്റെ പ്രശ്നമൊന്നും അവനില്ലല്ലോ. അത് നന്നായി. 4-5 ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാമല്ലോ. അയ്യോ, ബ്ലൂടൂത്തിലാണോ?
കുഴപ്പമില്ല. പറഞ്ഞോ. ഇപ്പം 4-5 നമ്മൾ കണ്ടിട്ട്. ആ വേണ്ടി പൊറുക്കി വെച്ചോ. ആ ഇന്ന് വരില്ലേ അതോ? ഇവൻ അവിടെ കൊണ്ടാക്കുന്നു അടങ്ങുന്നു അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് എത്തിയിട്ട് വിളിക്ക്. ഓക്കെ, എന്ത് പറ്റി? അത് ഞാൻ പറയാം. എടാ കായംകുളത്തൊന്നും സാധനം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഗുരുവായൂരോ പാലക്കാടോ നോക്കണം. എന്റെ പൊന്നിടവേ, നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിടുന്നുണ്ട്. ആർക്കും വേലയും കുലിയില്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ട് ആവോ? കിറ്റി തേങ്ങയില്ലല്ലോ. ഇല്ലേ, കിറ്റില് തേങ്ങയില്ലേ? എടാ അതാടാ ഞാൻ പറഞ്ഞത്, കിറ്റി തേങ്ങയില്ല ഒരു മാങ്ങയില്ല. തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ തേങ്ങ ഇല്ലാതെ വല്ല പണി നടക്കും. ആളിയാ നേരം വെളുത്താ. കുറച്ച് പണിയുണ്ടായിരുന്നല്ലേ? പിന്നെ നാട്ടിൽ ഒരു കമ്പോളം ഇയാളല്ലേ നോക്കുന്നത്. 24 മണിക്കൂറും കഥ അടച്ചു കിടക്ക ഒരു ഉളുപ്പില്ലേ ഒളിയാ. ഈ കിടത്തണ്ണയിൽ 24 മണിക്കൂർ വന്നിരിക്കുന്ന നിനക്കൊന്നും ഉളുപ്പില്ലയോ? ഇപ്പൊ നമ്മളാരായി? നമ്മളല്ല നീ. ഒരു പണിക്കും പോണ്ട് കുത്തിയിരുന്നു. കഷ്ടം. ആഹാ, ഷൈനി ചക്കവണ്ണ ആർക്കിട്ടാണ് ഇപ്പൊ ഒരു ഹോൺ? വളവല്ലേ എളിയാ, ഓൺ അടിച്ചോട്ട്. വളഞ്ഞാലില്ലെങ്കിലും അവളൊരു അടാറ് ചരക്കാണ് മോനെ. ആ തുടങ്ങി CCTV. ഒരു കോപ്പല്ല. കഴിഞ്ഞാണ് സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസമില്ലാണ്ട് നല്ല പരിപാടിയായിരുന്നു, അറിയാവോ? എടാ ആണുങ്ങളില്ലാത്ത വീട് നോക്കിയുള്ള അവരാ നിർത്ത്. ഒന്നുമല്ല, എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ. എപ്പ കൊണ്ടുവിട്ടെന്ന്? എവിടെ കൊണ്ടുവിട്ടെന്ന? എന്നും രാത്രി ഒരു 11-11:30 ആകുമ്പേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത്. സേവിച്ചായ പുറകിൽ ചെന്ന് മാവിലൂടെ കയറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും. പിന്നെ ഒരു 1-1.5-2 മണിക്കൂർ എന്റെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ. എല്ലാ ദിവസവും രാത്രി മാവേ കൂടെ എഴുതി വീട്ടിൽ പണം വരെ. ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക്. അളിയാ നീ എന്റെ കക്കൂസി കയറി നോക്കല്ലേ, അവിടെ തീട്ടം മാത്രമേ ഉള്ളൂ. ഒഞ്ഞി പോടാ. അല്ല പിന്നെ എടാ നീ ഇങ്ങോട്ട് വന്ന്. അളിയാ ചങ്ക് പൊട്ടി ചാവല്ലേ. അളിയന് വേദനിച്ചെന്നാ തോന്നുന്നേ. എങ്ങനെയുണ്ട്? ഏറ്റ്. എടാ നിനക്ക് 5 പൈസയുടെ വിവരമില്ല. എൻ്റെ പൊന്നിടാവേ, കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ കയറുന്നല്ലേ. നീല എന്നെ കൊണ്ടുവിടുന്നത്. എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ കയറുന്നതും പോകുന്നതും ഒക്കെ. ഒക്കെ ശരി തന്നെടാ, അവന്റെ പറച്ചിട്ടപ്പോൾ എനിക്ക് തോന്നി. അതിന് നീ ഇത്ര കളിക്കുന്നത് എന്തിനാ? എനിക്കൊന്ന് കയറി വന്നതാ. എടാ നാട്ടിലുള്ളവന്മാർക്കൊക്കെ ഈമാരെ കാര്യത്തിൽ അപാര ബുദ്ധിയാ. ചെറിയ മണം അടിച്ചാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അളയാ, അവളെ പറഞ്ഞ എനിക്ക് സഹിക്കൂല. കയറുന്നമാർക്ക് കൊണ്ട് ഒലിപ്പിച്ചുകൊണ്ട് കയറിയാൽ മതി. റിസ്ക് മുഴുവൻ എനിക്ക് കൊണ്ടുവിടുന്നമാർക്ക് അത് സാറിന് അറിയാവോ? 2-3 മണിക്കൂർ അവിടെ കൊതുകടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു. ഇല്ല ഞാൻ ഇല്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനെങ്ങനെ പോവുകയാ? അയ്യടാ, അതിന് അടുത്ത ബന്ധുവിന്റെ മരപ്പിന് പോവല്ലേ, അത്രക്ക് അത്യാവശ്യമാണല്ലോ. നമുക്കെന്നാ കാർ എടുത്താലോ? അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട, കൊതുവും കടിക്കത്തില്ല. ഇതാണ് നീയൊക്കെ പൊട്ടന്മാരെന്ന് പറയുന്നത്. ഗൂഗിളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീയൊക്കെ പരിഹരിക്കും. പക്ഷെ ഒരു പശു കുത്താൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട. അപ്പോഴാണ് ആ ഷൈനി